നോക്കൂ, ആ ചുമരിന്റെ അടുത്ത് എന്തോ ശബ്ദം കേൾക്കുന്നില്ലേ? വരും, നമുക്ക് പോയി നോക്കാം. ഇവിടെയെങ്ങും ആരുമില്ലല്ലോ. വരും, നമുക്ക് ആ ഭാഗത്ത് നോക്കാം. വിനാശം. രാജകുമാരി മഹാരാജാവിന്റെ പിന്നാലെ പോവുകയാണല്ലോ. ഈ വാർത്ത രാക്ഷസറാണിയെ അറിയിച്ചേ പറ്റൂ. കാരണം മഹാരാജാവ് തനിച്ചാണ് ആദിദേവന്റെ അടുത്തേക്ക് പോകേണ്ടത്. മഹാരാജാവ് ഇന്ന് തനിച്ചു പോകേണ്ടത് വളരെ അനിവാര്യമാണ്. ഈ വാർത്ത രാക്ഷസറാണിയെ അറിയിച്ചേ പറ്റൂ. എന്നാൽ ഈ തുറന്ന പ്രദേശത്ത് വച്ച് രാക്ഷസറാണിയുമായി എങ്ങനെ ആശയവിനിമയം നടത്തും? ഇല്ല, നാം മറ്റെവിടെയെങ്കിലും പോയേ പറ്റൂ. രാക്ഷസറാണി, റാണി എവിടെയാണെന്ന് പറയൂ. നമുക്കിപ്പോൾ അവിടത്തോട് സംസാരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ രാജവൈദ്യന്റെ കാര്യം അയാള് സമയവും കാലവും നോക്കാതെ സ്മരിക്കുന്നത്. അയാളെ നാം ഇന്ന് എന്തുപറ്റി? എന്താ നിങ്ങൾക്കറിയില്ലേ നാം ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോവുകയാണെന്ന്? തടസ്സം വരുത്തുന്നത് എന്തിനാണ്? നാം തടസ്സം വരുത്തുകയല്ല റാണി. തടസ്സം വരാതിരിക്കാൻ വേണ്ടിയാണ് റാണിയെ സ്മരിച്ചത്. സംഭവിച്ചത് എന്താണെന്ന് പറയൂ. മഹാരാജൻ ഇന്ന് കൊട്ടാരത്തിൽ നിന്ന് പോയത് തനിച്ചല്ല. എങ്കിൽ പറയൂ, അയാൾ ആരെയാണ് കൂടെ കൊണ്ടുപോയിരിക്കുന്നത്? ആരെയും കൂടെ കൂട്ടിയിട്ടില്ല. മഹാരാജാവിന്റെ അറിവില്ലാതെ തന്നെ രാജകുമാരി രൂപവതി അദ്ദേഹത്തെ പിന്തുടരുകയാണ്. അതിനെന്താ? അവൾ കേവലം ഒരു ശിശുവിന് തുല്യമാണ്. നിന്റെ ആ രാജകുമാരിക്ക് നമ്മെ എന്ത് ചെയ്യാൻ സാധിക്കും? അവളെ വധിച്ചു കളയണമെങ്കിൽ അത് നമുക്ക് നമ്മുടെ ഇടം കൈകൊണ്ട് സാധിക്കുന്നതാണ്. മനസ്സിലായോ? അതൊക്കെ ശരി തന്നെയാണ്. എന്നാൽ നാം ചിന്തിക്കുകയായിരുന്നു, രാജകുമാരിയുടെ സാന്നിധ്യം കൊണ്ട് എന്തെങ്കിലും തടസ്സം നേരിടുകയാണെങ്കിലോ? എന്തായാലും തടസ്സങ്ങൾ ഉണ്ടായേക്കാവുന്നതാണ്. എങ്കിൽ ശരി, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. ആ രാജകുമാരിയെ വഴിതെറ്റിക്കാൻ നിങ്ങളൊന്ന് ശ്രമിക്കൂ. നാം ഒരു പ്രധാന കാര്യത്തിന് പോവുകയാണ്. അതിൽ നമുക്ക് യാതൊരു തടസ്സവും ഉണ്ടാവാൻ പാടില്ല. അതെ, ശരിയാ. പക്ഷെ നാം എങ്ങനെ? എന്തിനാണത് ചോദിക്കുന്നത്? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്താ എല്ലാം മറന്നോ? നാം നിങ്ങൾക്ക് മാർഗം തടയാനുള്ള എല്ലാ ആയുധങ്ങളും നൽകിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അതോ നിങ്ങൾ മറന്നുപോയോ? കേൾക്കൂ, ഇത് മന്ത്രശക്തി നിറഞ്ഞ മാന്ത്രിക കിഴിയാണ്. ഇതെപ്പോഴും നിങ്ങളുടെ പക്കൽ സൂക്ഷിക്കണം. ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഇത് തീർച്ചയായും പ്രയോജനപ്പെടാം. പിതാശ്രീ, ഒരു തവണ കൂടി വിളിച്ചു നോക്കണം. എന്നാൽ നമ്മുടെ പിതാശ്രീ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം ആരുടെ വാക്കും കേൾക്കില്ല. നമ്മുടെ പിൻവിളി കേട്ടാൽ പിതാശ്രീ ക്രുദ്ധനായി തീർന്നാലോ? ഇല്ല, നമുക്കതറിയണം. പിതാശ്രീ ഇപ്രകാരം രഹസ്യമായി എവിടെ പോവുകയാണ്?
മോനെ